ഈസ്റ്റർ ദിനത്തിൽ ചുരുക്കം ചില യൂറോപ്യൻ രാഷ്ട്രീയ നേതാക്കൾ മാത്രമാണ് പീഡിത ക്രൈസ്തവ സമൂഹത്തെ സ്മരിച്ചത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന മതവിഭാഗമായ ക്രൈസ്തവരെ സ്മരിക്കാൻ ധീരതയോടെ മനസ്സ് കാണിച്ച നേതാക്കളിൽ ഒരാളാണ് ഫ്രഞ്ച് രാഷ്ട്രീയത്തിലെ ഉദിച്ചുയരുന്ന താരമായി നിരീക്ഷകർ വിശേഷിപ്പിക്കുന്ന മാരിയോൺ മറേച്ചൽ. ക്രിസ്തുവിന്റെ ഉയർപ്പിൽ വിശ്വസിക്കുന്നതിന്റെ പേരിൽ ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർ തന്റെ പ്രാർത്ഥനയിലും ഓർമ്മയിലും ഉണ്ട് എന്നാണ് മാരിയോൺ ഈസ്റ്റർ ദിവസം സാമൂഹ്യമാധ്യമമായ എക്സിൽ കുറിച്ചത്. ഫ്രാൻസിലെ ഒരു പുരാതന രാഷ്ട്രീയ കുടുംബത്തിൽ ജനിച്ച മാരിയോൺ 22ാമത്തെ വയസ്സിൽ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ചരിത്ര നേട്ടമായിരുന്നു. കത്തോലിക്ക സഭ മുന്നോട്ടുവയ്ക്കുന്ന പ്രബോധനങ്ങളുടേതിന് സമാനമായ നിലപാടുകൾ തന്നെയാണ് രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം മാരിയോൺ സ്വീകരിച്ചിരിക്കുന്നത്. ഫ്രഞ്ച് വ്യക്തിത്വത്തിന്റെ DNA-യുടെ ഭാഗമെന്നാണ് കത്തോലിക്ക വിശ്വാസത്തെ മാരിയോൺ വിശേഷിപ്പിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരിലൂടെ രാജ്യത്തിന്റെ വ്യക്തിത്വം തന്നെ നഷ്ടപ്പെടുമെന്ന് അവർ നിരന്തരമായി ആശങ്ക പങ്കുവയ്ക്കുന്നു. ശക്തമായ രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ അമേരിക്കൻ രാഷ്ട്രീയ പ്രവർത്തകയായ സാറ പാലിൻ ഒരിക്കൽ മാരിയോണിനെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഇപ്പോൾ റീകോൺക്വസ്റ്റ് എന്ന പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന മാരിയോൺ വരും നാളുകളിൽ രാജ്യത്ത് വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്.